നമസ്കാരം. 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം നോക്കാം വാർത്തകൾ ഇതുവരെ. ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കി തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ RSS പ്രവർത്തകന്റെ ആത്മഹത്യ. അസ്വാഭാവിക മരണത്തിന് പൂജപ്പുര പോലീസ് കേസെടുത്തു. ആരോപണ വിധേയരെക്കുറിച്ച് അന്വേഷിക്കും. ആനന്ദ് ബി.ജെ.പി പ്രവർത്തകനല്ല എന്ന് പാർട്ടി. ആനന്ദിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന്. അന്വേഷണം വേണമെന്ന് ശശി തരൂർ. സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്നായിരുന്നു ബി.ജെ.പി പ്രവർത്തക ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. നെടുമങ്ങാട് സ്വദേശിനി ശാലിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അപകടനില തരണം ചെയ്തിരിക്കുന്നു. ഇനി ശരണം വിളിയുടെ നാളുകൾ. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് ശബരിമല നട വൈകിട്ട് തുറക്കും. പ്രതിദിനം 90,000 പേർക്ക് ദർശനം. ദേവരഥ സംഗമത്തിനൊരുങ്ങി കൽപ്പാത്തി. കൽപ്പാത്തിയിലേക്ക് ഭക്തജനപ്രവാഹം. വൈകിട്ട് ദേവരഥ സംഗമം. ചെങ്കോട്ട സ്ഫോടനത്തിൽ അന്വേഷണം കൂടുതൽ ഡോക്ടർമാരിലേക്ക്. സഹറാൻപൂരിലും അൽഫല സർവകലാശാലയിലും കൂടുതൽ പേർ നിരീക്ഷണത്തിൽ. പൊട്ടിത്തെറിച്ചത് 2 കിലോയോളം സ്ഫോടക വസ്തു. രേഖകളില്ലാതെ അതിർത്തി കടക്കാൻ ശ്രമിച്ച 2 ഡോക്ടർമാർ പിടിയിൽ. ബ്രിട്ടീഷ് പാസ്പോർട്ടുമായി ഡോക്ടർമാരെ പിടികൂടിയത് നേപ്പാൾ അതിർത്തിയിൽ നിന്ന്. ബീഹാറിൽ സർക്കാർ രൂപീകരണത്തിന് തിരക്കിട്ട ചർച്ചകൾ. സത്യപ്രതിജ്ഞ അടുത്തയാഴ്ചയെന്ന് സൂചന. NDA MLA-മാരോട് പട്നയിലെത്താൻ നിർദ്ദേശം. തോൽവിക്ക് RJD ക്യാമ്പിൽ പൊട്ടിത്തെറി. ലാലുവിന്റെ മകൾ രാഷ്ട്രീയം വിട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം അവസാന ഘട്ടത്തിൽ. പത്രികാ സമർപ്പണത്തിന് ഇനി 5 ദിവസം കൂടി മാത്രം. ഒമ്പത് മണി വാർത്തയിലേക്ക് വിശദമായി കടക്കുമ്പോൾ, തിരുവനന്തപുരത്ത് വീണ്ടും സീറ്റ് നിഷേധിച്ചു എന്ന ആരോപണം. അതേ തുടർന്ന് ആത്മഹത്യാ ശ്രമവും ഉണ്ടായിരിക്കുന്നു. നെടുമങ്ങാട് നഗരസഭയിലേക്ക് ഉള്ള മത്സരത്തിൽ സീറ്റ് നിഷേധിച്ചതിൽ ആണ് ബി.ജെ.പി പ്രവർത്തകയായ ശാലിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. വാർഡിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ശാലിനി അപകടനില തരണം ചെയ്തതായാണ് ഇപ്പോൾ ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. സാരംഗ് സുധാകരനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സാരംഗ്, നിലവിൽ ഒരു ബി.ജെ.പി പ്രവർത്തകൻ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത സംഭവമുണ്ട്. അത് പാർട്ടി നിഷേധിക്കുകയാണ്. പാർട്ടിക്ക് ഇയാളുമായി ബന്ധമൊന്നുമില്ല, ആനന്ദ് പാർട്ടി നേതാവല്ല എന്നൊക്കെയാണ് പാർട്ടി പറയുന്നത്. അതിനിടയിലാണല്ലോ ഇപ്പോൾ ബി.ജെ.പിയെ കൂടുതൽ കുരുക്കിലാക്കുന്ന മറ്റൊരു ആത്മഹത്യാ ശ്രമം ഉണ്ടായിട്ടുള്ളത്. ശാലിനി സജീവ പാർട്ടി പ്രവർത്തകയായിരുന്നോ? എന്താണ് അറിയാൻ സാധിക്കുന്നത്? അഭിലാഷ്, തീർച്ചയായും ഇത്തരത്തിലൊരു ബി.ജെ.പിയിൽ തന്നെ തുടർച്ചയായി ഇങ്ങനൊരു ആത്മഹത്യാ സംഭവങ്ങൾ തുടർച്ചയായി വരുന്നത് നേതൃത്വത്തിൽ തന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് രണ്ടാമത്തെ തൊട്ടടുത്ത ദിവസമായിരുന്നു, കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു ആത്മഹത്യ നടന്നു. പിന്നീട് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തത്. ഇപ്പോൾ ആത്മഹത്യാ ശ്രമമാണ് നടന്നിരിക്കുന്നത്. ശാലിനി എന്ന ഈ ഒരു നേതൃസ്ഥാനത്ത്, അതായത് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ടിക്കറ്റ് ലഭിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടിരുന്നു. പക്ഷേ അത് ലഭിച്ചില്ല. അതിനെ തുടർന്നുള്ള ഒരു മനോവിഷമം, ആ ഒരു മനോവിഷമമാണ് ഇപ്പോൾ ഈ ഒരു ആത്മഹത്യാ ശ്രമത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണ്. ഈ ഒരു അപകടനില തരണം ചെയ്തിരിക്കുന്നു എന്നാണ് ഡോക്ടർമാരടക്കം പ്രതികരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഒരു ആത്മഹത്യ നടന്ന് അത് 24 മണിക്കൂർ പോലും കഴിയുന്നതിന് മുൻപേ ആണ് അടുത്തൊരു ആത്മഹത്യാ ശ്രമം നടക്കുന്നത്. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ബി.ജെ.പിക്ക് വലിയ രീതിയിലൊരു കോട്ടം സംഭവിക്കാനുള്ള സാധ്യത ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല ഇതിനു മുൻപ് തന്നെ നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ പോലെ തന്നെ തിരുമല അനിൽ ഇപ്പോൾ ശാലിനിയിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഒരു ആത്മഹത്യയിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് അത് ബി.ജെ.പി നേതൃത്വത്തിന് വലിയൊരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭാഗ്യവശാൽ ഈ ശാലിനിക്ക് മരണം സംഭവിച്ചില്ല. അതായത് ആത്മഹത്യാ ശ്രമത്തിലേക്ക് മാത്രം കാര്യങ്ങൾ എത്തി എന്ന് പറയുക. കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചതുകൊണ്ടും വൈദ്യസഹായം ലഭിച്ചതുകൊണ്ടും മരണം സംഭവിച്ചില്ല എന്നത് മാത്രമാണ് ഇതിലൊരു
ഒരു ആശ്വാസകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത്. പക്ഷേ തുടർച്ചയായി ഈ ഒരു തിരുവനന്തപുരം നഗരസഭയിൽ തന്നെ ഈ ഒരു സീറ്റ് നിഷേധത്തെ തുടർന്ന് രണ്ടാമത്തെ ഒരു ആത്മഹത്യാ ശ്രമം നടക്കുന്നു. അത് ഈ ഒരു BJP നേതൃത്വത്തിന് വലിയൊരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു കൃത്യമായി, അതായത് മുൻനിര പ്രവർത്തന നിരയിൽ നിൽക്കുന്ന പലരെയും ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഗണിച്ചില്ല എന്നൊരു ആരോപണം പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിൽ അങ്ങനെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ആത്മഹത്യാ പ്രവണതയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. മുൻപെങ്ങും കേരളത്തിൽ എവിടെയും ഇത്തരത്തിലുള്ള ഒരു മറ്റൊരു മുന്നണിയിൽ പോലും ഈ ഒരു സീറ്റ് നിഷേധത്തെ തുടർന്ന് ഇങ്ങനെ ഒരു തുടർച്ചയായ പല നേതാക്കന്മാർ, അതായത് പ്രാദേശികമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരടക്കം ഈ ഒരു ആത്മഹത്യയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇത് മാത്രമല്ല, ഈ ഒരു തൊട്ടു മുൻപ് പറഞ്ഞ പോലെ തന്നെ മറ്റ് മാഫിയ നേതൃത്വത്തിലടക്കം പിടികൂടിയിരിക്കുന്ന പല ശക്തികളെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്ന ആത്മഹത്യ അടക്കം. അതും ഇതും കൂട്ടി വായിക്കുമ്പോൾ ഈ ഒരു തിരുവനന്തപുരം നഗരസഭയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് BJPക്ക് കുറച്ചുകൂടി കട്ടിയാവും. കാരണം മറ്റ് നേതൃത്വം അടക്കം ഈ ഒരു വിഷയം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു നേതൃത്വത്തിന് അകത്തുള്ള ഒരു അച്ചടക്കക്കുറവ് മാത്രമല്ല, ഈ ഒരു നേതൃത്വത്തിന്റെ ഒരു പാളിച്ച, സ്ഥാനാർത്ഥി നിർണയത്തിലടക്കമുള്ള ഒരു പാളിച്ച അതിൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മറ്റ് മുന്നണികളിലടക്കം. മാത്രമല്ല, ഇപ്പോൾ ആശ്വാസകരമായ ഒരു സ്ഥിതി എന്ന് പറയുന്നത് മരണപ്പെട്ടിട്ടില്ല, അതായത് അപകടനില തരണം ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഭിലാഷ്, യെസ്, എന്തായാലും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒന്നാണിത്. BJPക്കകത്ത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു. അതിപ്പോൾ എല്ലാ പാർട്ടിയിലും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്പോഴിതാ ഒരു ആത്മഹത്യാശ്രമം കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതാകട്ടെ മറ്റൊരു ആത്മഹത്യ വാർത്ത, അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമാണ്. അത് BJP സീറ്റ് നൽകാത്തതിനെ തുടർന്ന് മനം നൊന്ത് ആത്മഹത്യ ചെയ്തത് RSSന്റെ നേതാവ് കൂടിയായിട്ടുള്ള ആനന്ദായിരുന്നു. ആനന്ദിന്റെ പോസ്റ്റ്മോർട്ടം ഇന്നാണ് നടക്കുന്നത്. ആനന്ദിന്റെ മരണത്തിൽ അസ്വാഭാവികമായ മരണം എന്ന നിലയിൽ കേസെടുത്തിട്ടുണ്ട് ഇപ്പോൾ പൂജപ്പുര പോലീസ്. ആനന്ദിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ആരോപണ വിധേയരായവരെക്കുറിച്ചുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. എന്നാൽ ആനന്ദിന് BJPയുമായോ RSSുമായോ ബന്ധമില്ല എന്നാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ പറയുന്നത്. സാരംഗ് തുടരുന്നുണ്ട്. പാർട്ടി നേതൃത്വം അങ്ങനെ പറയുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത് RSSും BJPയുമായി ബന്ധം പുലർത്തിയിരുന്ന ആൾ തന്നെയാണ് ആനന്ദ് എന്നല്ലേ സാരംഗ്? തീർച്ചയായും. കാരണം ഈ ഒരു ആത്മഹത്യ കുറിപ്പിലടക്കം കൃത്യമായി പേരുകൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ആനന്ദ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, വെറുതെ, അതായത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പാകപ്പിഴയുണ്ടായി, തനിക്ക് ഈ ഇത്തരത്തിലൊരു അവസരം നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല. മാത്രമല്ല, ഈ ഒരു നേതൃത്വത്തിൽ പ്രാദേശിക ഘടകത്തിലടക്കം ഈ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മണ്ണ് മാഫിയയുടെ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. അത് ഈ ഒരു നേതൃത്വവുമായി നേരിട്ട് ബന്ധമുണ്ട്. ആ മാഫിയയുടെ നോമിനിയായിട്ടാണ് ഇപ്പോൾ അവിടെ BJP ഒരു സ്ഥാനാർത്ഥി നിർണയിച്ചിരിക്കുന്നത്. മറ്റ് പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ പരിഗണിച്ചില്ല എന്നടക്കമുള്ള വളരെ വലിയൊരു ഗുരുതരമായ ആരോപണങ്ങളടക്കം ആരോപിച്ചുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇതിൽ BJPക്ക് അത്ര പെട്ടെന്ന് എളുപ്പത്തിൽ കാര്യങ്ങൾ ഇത്തരത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സജീവ പ്രവർത്തകനാണെന്നാണ് ഇപ്പോൾ മറ്റ് നേതൃത്വങ്ങൾ, അതായത് ഇടതുമുന്നണി അടക്കം പറയുന്നത്. ഈ ഒരു പ്രാദേശിക തലത്തിലടക്കം RSS തലത്തിലടക്കം വളരെ മികച്ച രാഷ്ട്രീയ പ്രവർത്തനമടക്കം കാഴ്ചവെച്ചൊരു വ്യക്തിയായിരുന്നു. മാത്രമല്ല, ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ഇദ്ദേഹത്തിന്റെ പേര് ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് പിന്നീട് തഴയപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ BJP നേതൃത്വം പറയുന്നത് ഇയാൾ BJP പ്രവർത്തകനല്ല, RSSുമായി മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ സജീവ പ്രവർത്തകനല്ല, അത്തരത്തിൽ യാതൊരുവിധ ബന്ധവും BJPയുമായി ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ 500 പേരുടെ അടക്കം ഒരു പട്ടിക ഉണ്ടായിരുന്നു. ആ പട്ടികയിൽ പോലും ഇദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നില്ല എന്നായിരുന്നു ഇന്നലെ കരമന അടക്കം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പക്ഷേ അത്ര എളുപ്പത്തിൽ ഈ ഒരു ആത്മഹത്യയിൽ BJPക്ക് കാര്യങ്ങൾ എളുപ്പമാവില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇപ്പോൾ പൂജപ്പുര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഭാര്യയുടെയും മറ്റ് കുടുംബാംഗങ്ങളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തും. ഒപ്പം തന്നെ ഈ ഒരു ആരോപണ വിധേയരായ കൃഷ്ണകുമാർ, ഗോപകുമാർ അടക്കം ഉള്ള ആൾക്കാരെ, അതായത് ഈ RS നേതൃത്വ നിരയിലുള്ള നേതാക്കന്മാരെ അടക്കം ചോദ്യം ചെയ്യും. തുടർന്നായിരിക്കും ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെ ആയിരിക്കും എന്ന് കണ്ടെത്താൻ കഴിയുക. മാത്രമല്ല, ഈ ഒരു മാഫിയ ബന്ധമടക്കം ഈ ഒരു നേതൃത്വത്തിനടക്കം ആരോപിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാവാനാണ് സാധ്യത. കാരണം തിരുവന അനിലിന്റെ അടക്കം ആത്മഹത്യയിൽ BJP നേതൃത്വം വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. ഈ ഒരു സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് BJPയുടെ പ്രവർത്തകരടക്കം പണം തിരിച്ചടക്കാത്തത് കൊണ്ടാണ് തനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്നടക്കം തിരുമല അനിലിന്റെ ആത്മഹത്യക്കുറിപ്പുണ്ടായിരുന്നു. അതും നേതൃത്വത്തിനെതിരായിരുന്നു. ഇപ്പോൾ ഈ ആനന്ദിന്റെ ആത്മഹത്യയിലും BJP നേതൃത്വത്തിനെതിരെ കൃത്യമായ ആരോപണങ്ങളുണ്ട്. കൃത്യമായ ആത്മഹത്യാക്കുറിപ്പിൽ വിവരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് ആത്മഹത്യ
പ്രവൃത്തിയും ഇന്നത്തെ ആത്മഹത്യാ ശ്രമവും എല്ലാം BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പ്രതിരോധം സൃഷ്ടിച്ച് മുന്നോട്ട് പോകാനായിരിക്കും BJP നേതൃത്വം ശ്രമിക്കുക. നിലവിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. മൃതദേഹം ഇപ്പോഴും SK ഹോസ്പിറ്റലിൽ തന്നെ തുടരുകയാണ്. അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ 9 മണിയോടുകൂടി ആരംഭിക്കുമെന്നാണ് നമുക്ക് ലഭിച്ച വിവരം. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കും. അതിനുശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, തന്റെ മൃതദേഹം എവിടെ സംസ്കരിച്ചാലും ഒരു RSS പ്രവർത്തകനെ പോലും കാണിക്കാൻ പാടില്ല. ഈ ഒരു RSS RSS പ്രവർത്തനായതാണ് താൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്നടക്കമായിരുന്നു. അത്ര വൈകാരികമായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിലടക്കമുള്ളത്. അതുകൊണ്ട് അത്ര എളുപ്പത്തിൽ BJP നേതൃത്വത്തിന് ഈ ഒരു വിഷയത്തിൽ പ്രതിരോധം സൃഷ്ടിക്കുക എന്നത് എളുപ്പമായിരിക്കില്ല. കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ പാർട്ടി തലത്തിലടക്കം അന്വേഷണം ഉണ്ടാകാനാണ് സാധ്യത. നിലവിൽ ഇത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ മുതിർന്ന നേതാക്കളടക്കം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ഈ പോലീസ് അന്വേഷണത്തിൽ മാത്രമായിരിക്കും ഇനി കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുക. അഭിലാഷ്. എന്തായാലും BJPയെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്ന വെട്ടിലാക്കുന്ന നീക്കങ്ങൾ ആണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അതിലൊരു പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നത് സീറ്റ് നിഷേധത്തെ തുടർന്നാണ്. മറ്റൊരു പ്രവർത്തക ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നതും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. തിരുവനന്തപുരം ഉൾപ്പെടെ കോർപ്പറേഷനുകളിൽ വിജയക്കൊടി പാറിക്കുക, മേയർ സ്ഥാനത്തേക്ക് BJP നേതാവിനെ എത്തിക്കുക, അങ്ങനെയുള്ള ചില ലക്ഷ്യങ്ങളുമായാണ് തിരുവനന്തപുരത്ത് BJP പ്രവർത്തിക്കുന്നതെങ്കിൽ സംസ്ഥാന വ്യാപകമായി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ കുതിപ്പ് നടത്തണം എന്നുള്ളതാണ് BJPയുടെ നീക്കം. മാത്രമല്ല, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് വിഹിതം 25% ആക്കി ഉയർത്തും എന്നുള്ളത്. അത്തരം നീക്കങ്ങൾ നടക്കുമ്പോഴാണ് BJPക്കകത്ത് നേതാക്കളുടെ ആത്മഹത്യ ചർച്ചയാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അനിൽകുമാറിന്റെ, തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് MS കുമാർ വളരെ മുതിർന്ന BJPയുടെ നേതാവാണ്, മുൻ വക്താവ് കൂടിയാണ്. വിമർശനവുമായി രംഗത്ത് വന്ന സാഹചര്യമൊക്കെയുണ്ട്. ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ അതെയോ ഇതിനെയൊക്കെ BJP മറികടക്കുമോ? അതിനിയും ദിവസങ്ങളുണ്ട്. അതേസമയം തിരുവനന്തപുരത്തെ BJP പ്രവർത്തകന്റെ ആത്മഹത്യ സംബന്ധിച്ച അന്വേഷണം നടത്തണമെന്നാണ് ശശി തരൂർ MP ആവശ്യപ്പെടുന്നത്. നേരത്തെയുണ്ടായ അനിൽകുമാറിന്റെ ആത്മഹത്യ കൂടി ഉൾപ്പെടുത്തിയായിരിക്കണം. 2 ആത്മഹത്യകളും ഒരു ആത്മഹത്യാ ശ്രമവും നടന്നിരിക്കുന്നു. യുവാക്കളായ പ്രവർത്തകരാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നത് എന്നും BJP സ്ഥാനാർത്ഥികൾ മാഫിയ ബന്ധം ഉള്ളവരാണ് എങ്കിൽ അത് BJP തന്നെ പരിശോധിക്കണമെന്നും ശശി തരൂർ പറയുകയാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കേണ്ടി വേണം. ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, ഈ പേഴ്സണൽ ട്രാജഡിയിലൊന്നും രാഷ്ട്രീയം കളിക്കാത്തൊരു വ്യക്തിയല്ല ആണ് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ അന്വേഷണം നടക്കണം. എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സൊക്കെ അവരുടെ കുടുംബക്കാരോടൊപ്പമാണ്. എന്തൊരു നഷ്ടമാണ്. 3 പേരും യുവപേരാണ്. ഈ യുവ ആൾക്കാർ ഇങ്ങനെയൊക്കെ ആത്മഹത്യ ചെയ്യുമ്പോൾ അത് നമ്മളെല്ലാവർക്കും ദുഃഖം തോന്നും. നമ്മുടെ സ്വാമീയത്തിനകത്തന്നെ ഒരു മുറിയാണ്. അപ്പോൾ എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, രാഷ്ട്രീയം വേണ്ടെങ്കിലും നല്ലോണം അന്വേഷണം നടക്കണം. എന്താണ് ഫാക്ടേഴ്സ്, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, എന്നിട്ട് എല്ലാ കേസിനെ കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കിയ ശേഷമാണ് പിന്നെ നമുക്കൊരു ക്ലീൻ റിപ്പോർട്ട് പബ്ലിക്കിന് മുമ്പിൽ. അത് BJP അന്വേഷിക്കണ്ടേ? നിങ്ങൾ മാഫിയക്കാരെ മുന്നോട്ട് നിർത്തുകയാണെങ്കിൽ അതാണ് നിങ്ങൾ നഗരസേവനം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ ചോദിക്കണം. കണ്ണൂരിൽ യുവാവ് വെടിയേറ്റ് മരിച്ചു. വെള്ളാറ സ്വദേശി സിജോ ആണ് മരിച്ചത്. പുലർച്ചെ 5:30 സംഭവം. ഇയാളുടെ ഒപ്പമുണ്ടായിരുന്ന ഷൈനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇരുവരും നായാട്ടിന് പോയത് എന്നാണ് സംശയം. സുമേഷ് മൊറാഴ ചേരുന്നുണ്ട്. സുമേഷ്, എവിടെ വെച്ചാണ് ഇയാൾ മരണപ്പെട്ടത്? അതായത് നായാട്ടിന് പോയി എന്നതാണല്ലോ ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എവിടെയായിരുന്നു ഇവർ പോയത്? അത്തരം കാര്യങ്ങളിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ്, പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെള്ളോറയിലാണ് ഈ സംഭവം നടന്നത്. ഈ എടക്കൊത്തെ നെല്ലിക്കുഴിയിൽ 30 വയസ്സുള്ള സിജോ ആണ് വെടിയേറ്റ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 5:30ഓടെയായിരുന്നു സംഭവം. ഇയാൾ കൂടിയുണ്ടായിരുന്ന ഷൈൻ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുമാണ്. ഈ പോലീസിനോട് ഈ ഷൈൻ പറഞ്ഞത് ഇവർ 2 പേരും സുഹൃത്തുക്കളാണ്. പിന്നെ ഇന്ന് രാവിലെ ഈ സാധാരണ ഇവർ നായാട്ടിന് പോകാറുണ്ട്, അതുപോലെ തന്നെ ഇന്നും നായാട്ടിന് പോയതായിരുന്നു. ഈ ഷൈന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കിൽ നിന്ന് അബദ്ധത്തിൽ വെടിയേറ്റതാണ് എന്നാണ് പോലീസിനോട് പറഞ്ഞത്. ഏതായാലും പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പരിയാരം കണ്ണൂരിലുള്ള പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും പോലീസ് ഇദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ഏതായാലും ഇതിൽ അസ്വാഭാവികതയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ച്. അവിടെ സുമേഷ്, അസ്വാഭാവികത സ്വാഭാവികമായി നമുക്ക് തോന്നുന്നുണ്ടല്ലോ. കാരണം അത് ഇപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഇവർ ചെയ്തത് കുറ്റകരമായ കാര്യമാണ്. ഇവർ നായാട്ടിന് പോയിട്ടുണ്ട് എങ്കിൽ അങ്ങനെ നായാട്ടിന് പോവുക എന്നതൊക്കെ നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. തോക്കുമായി നായാട്ടിന് പോകാനുള്ള അനുവാദമൊന്നും നിയമപരമായി അവർക്കില്ല.
മറ്റൊന്ന് സാധാരണ നായാട്ടിന് പോകുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ഗൺ എന്നത് അങ്ങനെ ഷാർപ്പ് ഷൂട്ടിംഗ് അല്ല എങ്കിൽ മരണപ്പെടുന്ന സാഹചര്യം വളരെ അപൂർവമാണല്ലോ. അപ്പോൾ ഇത് വെടിയേറ്റത് എവിടെയാണ്? അത്തരം കാര്യങ്ങളിലും വ്യക്തതയുണ്ടോ? അഭിലാഷ്, ഇദ്ദേഹത്തിന് നെഞ്ചത്താണ് വെടിയേറ്റതാണെന്ന് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഏതായാലും അത്തരം കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ചതിന് വരികയാണ്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു അസ്വാഭാവികത ഇപ്പോൾ പോലീസ് സംശയിക്കുന്നുണ്ട്. ഇദ്ദേഹം ഷൈൻ പറയുന്നത് പോലെ ആണെങ്കിൽ പോലും ഇവർ നേർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരമൊരു ഷാർപ്പ് ഷൂട്ടിംഗ് നടക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതലൊരു സംശയിക്കേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതുകൊണ്ട് വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ ഇപ്പം നടത്തേണ്ടതുണ്ട്. ഏതായാലും അത്തരം ഒരു ചോദ്യം ചെയ്യലിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുകയാണ്. അഭിലാഷ്, യെസ്, എന്തായാലും പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ വിവരങ്ങളാണ് സുമേഷ് മൊറാഴ പങ്കുവച്ചത്. വരും മണിക്കൂറുകളിൽ എന്താണ് സംഭവിച്ചത് എന്നത് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമാവുകയും ചെയ്യും. ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അബദ്ധത്തിൽ ഒപ്പമുണ്ടായിരുന്ന ആളിൽ നിന്ന് വെടി ഉതിർത്തതാണ് അല്ലെങ്കിൽ വെടി പൊട്ടിയത് ആണ് എന്നാണ്. പക്ഷേ അങ്ങനെ വിശ്വസിക്കാൻ പോലീസ് തയ്യാറാകുമെന്ന് കരുതാനാകില്ല. വാർത്തയുടെ വിശദാംശങ്ങളാണ് സുമേഷ് മൊറാഴ നൽകിയത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 മണിക്കാണ് നട തുറക്കുക. ശബരിമല മേൽശാന്തിയായി ED പ്രസാദും മാളികപ്പുറം മേൽശാന്തിയായി MG മനുവും സ്ഥാനമേൽക്കും. പ്രതിദിനം 90,000 പേർക്കാണ് പ്രവേശനം അനുവദിക്കുക. VV വിനോദാണ് സന്നിധാനത്ത് നിന്ന് ചേരുന്നത്. വിനോദ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് പൂർണ്ണമാണ്. ഇനി തീർത്ഥാടകരുടെ ഒരു പ്രവാഹത്തിനാണ് ശബരിമല സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പുതിയ മേൽശാന്തിമാർ ഇന്ന് ചുമതലയേൽക്കുന്നു. പുതിയ ഭരണസമിതിയാണ് നേതൃത്വം നൽകുന്നത്. എന്താണ് വിവരങ്ങൾ? ആചാരക്രമമനുസരിച്ച് വൃശ്ചികം 1 തലേ ദിവസമാണ് നട തുറക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി നട തുറക്കും. അതോടൊപ്പം തന്നെ പുതിയ മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണവും ഇവിടെ നടക്കും. ED പ്രസാദാണ് ശബരിമല മേൽശാന്തി, മാളികപ്പുറം മേൽശാന്തി MG മനുവാണ്. ആ ചടങ്ങുകൾക്ക് ശേഷം ഇവിടേക്ക് ദർശനത്തിനുള്ള സൗകര്യം വൈകിട്ടോടുകൂടിയായിരിക്കും അയ്യപ്പ ഭക്തരെ ദർശനത്തിനുള്ള ഒരു അവസരമൊരുക്കുക. അവർക്കിവിടെ ദർശനം സാധ്യമാവുക. പമ്പയിലേക്ക് കഴിഞ്ഞ 2 ദിവസമായി തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള ഭക്തർ എത്തിച്ചേരുന്നുണ്ട്. അവർ പമ്പയിൽ തമ്പടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ വിവിധ ജോലികൾ ചെയ്യുന്നതിന് കരാറുമായി ബന്ധപ്പെട്ടൊക്കെ വിവിധ പ്രവൃത്തികൾ ഏറ്റെടുത്തിട്ടുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. ഇവരെ പല സ്ഥലങ്ങളിലായി ഇനി വിന്യസിക്കുക എന്നതാണ്. പോലീസിന്റെ വിന്യാസം പൂർത്തിയായിട്ടുണ്ട്. ADGP ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ശ്രീജിത്ത് ഇവിടെ എത്തിയിരുന്നു. മറ്റ് സേനാ വിഭാഗങ്ങൾ, പോലീസുമായി ബന്ധപ്പെട്ട സേനാ വിഭാഗങ്ങളെല്ലാം തന്നെ ഇവിടെ സജ്ജമായിട്ടുണ്ട്. സന്നദ്ധ പ്രവർത്തകർ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. മറ്റൊന്ന് ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളാണ്. പലതും തുറന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞു. മറ്റ് പല സ്ഥാപനങ്ങളും ഇപ്പോൾ ഈ പ്രവർത്തിപ്പിക്കാനുള്ള നടപടികൾ, അതിന്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അവസാന വട്ടത്തിലാണ്. ഭക്തർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് മറ്റ് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തിലുള്ള ക്രമീകരണങ്ങൾ എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് S. ജയകുമാറാണ്. അദ്ദേഹം ഇന്ന് ഉച്ചയോടുകൂടി ഇവിടെ എത്തുന്നുണ്ട്. ഉച്ചതിരിഞ്ഞെത്തുന്ന അദ്ദേഹം ഇവിടെ മാധ്യമങ്ങളെ കാണും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അറിയാവുന്നതാണ്. വലിയ വിവാദങ്ങൾ നിൽക്കുന്നുണ്ട്. ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SITയുടെ അന്വേഷണം ഒരു വശത്ത് പുരോഗമിക്കുന്നതിനിടെയാണ് മണ്ഡല മകര വേണ്ടി നട തുറക്കുന്നത്. യെസ്, ശബരിമലയിൽ നിന്ന് VV വിനോദാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സന്നിധാനത്ത് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. വിവാദത്തിനിടയിലാണ് ശബരിമലയിൽ ഇത്തവണ മണ്ഡല മകരവിളക്ക് സീസണ് തുടക്കമാകുന്നത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. അത് ശബരിമല സ്വർണ്ണപ്പാളി മോഷണക്കേസുമായി ബന്ധപ്പെട്ട വിവാദമാണ്. അവിടെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വൈകാതെ ചോദ്യം ചെയ്യലിന് ഹാജരായേക്കും എന്നതാണ് വിവരം. അന്വേഷണത്തോട് സഹകരിച്ചില്ല എങ്കിൽ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യാനാണ് SITയുടെ നീക്കം. നേരത്തെ തന്നെ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴെല്ലാം അസൗകര്യം അറിയിക്കുകയായിരുന്നു. അങ്ങനെ അസൗകര്യം അറിയിച്ചുകൊണ്ട് സാവകാശം തേടിയെങ്കിലും ആ സമയവും കഴിഞ്ഞ പശ്ചാത്തലം ആണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം റിമാൻഡിൽ തുടരുന്ന ദേവസ്വം മുൻ കമ്മീഷണർ N. വാസുവിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. വാസുവിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പിന്റെ ഗൂഢാലോചന സംബന്ധിച്ച് വ്യക്തത വരും എന്ന നിഗമനത്തിൽ ആണ് SIT. കൽപ്പാത്തിയിൽ ഇന്ന് ദേവരഥ സംഗമം. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ
വൈകിട്ട് ദേവരഥങ്ങൾ മുഖാമുഖം എത്തുന്നതോടെ ദേവരഥ സംഗമമാകും. ഇന്നലെയും ഇന്നുമായി ആയിരങ്ങളാണ് കൽപ്പാത്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രഥാരോഹണം രാവിലെ തന്നെ ആരംഭിക്കും. CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, ഇന്ന് നമ്മൾ രാവിലെ ഈ വാർത്ത നൽകുമ്പോൾ തന്നെ ഭക്തരുടെ ഒരു നിലയ്ക്കാത്ത പ്രവാഹം ദൃശ്യങ്ങളിൽ പ്രകടമായിരുന്നു. അതിനെന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടോ, അതെയോ കൂടുകയാണോ ചെയ്തത്? അഗ്രഹാരത്തിന്റെ തിരുവോരങ്ങളിൽ പൂഴിയിട്ടാൽ വീഴാത്തത്ര ജനസാഗരമാകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. നമ്മളിപ്പോഴുള്ളത് കൽപ്പാത്തിയിലെ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിന്റെ മുൻപിലാണ്. നമുക്കിവിടെ കാണാൻ മനോഹരമായ 3 രഥങ്ങൾ ഇവിടെ നിർത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് അവിടേക്ക് എത്തണമെങ്കിൽ ഈ ആളുകൾക്കിടയിലൂടെ, ഈ തിരക്കിലൂടെ വേണം മുന്നോട്ട് നീങ്ങാൻ. ഇന്ന് ഈ കൽപ്പാത്തിയിലെ രഥോത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ കൽപ്പാത്തി ഇവിടുത്തുകാരുടേത് മാത്രമല്ല, ഈ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരും വിദേശത്തു നിന്നുള്ളവരൊക്കെ ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മളിവിടെ കാണുന്ന ഈ ഒരു രഥം അത് വിശ്വനാഥ ക്ഷേത്രത്തിന്റെ 3 രഥങ്ങളിൽ ഒന്നാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രയാണം തുടങ്ങിയ രഥം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ നിന്നും വീണ്ടും പുറപ്പെടുക. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. രഥം ഇന്നലെയാണ് ഇവിടെ ഈ 3 രഥങ്ങളും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനുള്ളിൽ വിഗ്രഹവും അതേപോലെ തിടമ്പിൻ്റെ സമാനമായിട്ടുള്ള ആരാധന സാമഗ്രികളൊക്കെ അതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ രഥത്തിന് പിറകിലായിട്ട് രണ്ടാമത്തെ രഥം വിശാലാക്ഷി സമേതനായ വിശ്വനാഥൻ്റെ രഥത്തിൻ്റെ പ്രത്യേകതകൾ അതിൽ മുരുകൻ്റെയും ഗണപതിയുടെയും ഒപ്പം ശിവപാർവതി, അതായത് വിശാലാക്ഷി വിശ്വനാഥൻ്റെയും രഥങ്ങളാണ് ഈ ഒരു 3 രഥസങ്കല്പത്തിൻ്റെ പിന്നിലായിട്ടുള്ളത്. മുരുകനും ഗണപതിയും അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ച് ഇറങ്ങുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സങ്കല്പമാണ് ആ 3 രഥങ്ങൾക്ക് പിന്നിലായിട്ടുള്ളത്. ഈ 3ലും ഈ 3 സങ്കല്പത്തിലുള്ള ദേവതമാരാണ്. നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് ലക്ഷ്മി നാരായണ സ്വാമി ക്ഷേത്രം. അതിന് മുൻപിൽ ഇന്ന് പുറപ്പെടാനുള്ള രഥം ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ നിറത്തിലുള്ള പലതരം മാലകളും അതേപോലെ ദീപാലങ്കാരങ്ങളും അതുപോലെ തിളങ്ങുന്ന വിവിധ വസ്തുക്കളൊക്കെ വെച്ച് ഫലമൂലാദികൾ കൊണ്ട് നാരങ്ങാമാലയും അതേപോലെ പഴങ്ങളുമൊക്കെ ചാർത്തി ഇവിടെ ആ രഥം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. ഇത് 10:00-ക്ക് ശേഷമാണ് ഈ രഥം ഇവിടെ നിന്നും അതിൻ്റെ ആരോഹണം തുടങ്ങുക. അല്പ ദൂരം മാത്രമാണ് രാവിലെ പോവുക. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഈ രഥങ്ങളൊക്കെ തന്നെ വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ സമീപത്തേക്ക് എത്തുക. നോക്കൂ, വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നുണ്ട്. പഴങ്ങളും നാരങ്ങമാലയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുളസിമാലയും ഇളനീരും എല്ലാം പൂമാലകളും ഒക്കെ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിരിക്കുകയാണ് ഈ ഒരു രഥം. അതൊരു ഓരോ രഥങ്ങൾക്ക് ഒരുക്കുന്നതിന് പിന്നിലും ഓരോ ആളുകൾ തമ്മിലൊരു മനോഹരമായൊരു മത്സരം കൂടി ഉണ്ടെന്ന് കരുതാം. കാരണം അത്രമാത്രം മനോഹരമായിട്ട് വേണം ഓരോ രഥങ്ങളും ഒരുക്കുവാനെന്ന് ഇതിൻ്റെ പിന്നിലുള്ളവർക്ക് വാശിയുണ്ട്. നമുക്ക് ഇത് രഥം കൊണ്ടുപോകുന്നതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതാണ് ലക്ഷ്മി നാരായണ സ്വാമിയുടെ ക്ഷേത്രം. ഇവിടെ നിന്നാണ് ഈ ഒരു രഥം പുറപ്പെടുക. ഇതിന് കുറച്ചപ്പുറത്ത് തന്നെ ഗണപതി ക്ഷേത്രം, പ്രസന്ന ഗണപതി ക്ഷേത്രവുമുണ്ട്. അവിടെ നിന്ന് മറ്റൊരു രഥവും പുറപ്പെടും. അങ്ങനെ 6 രഥങ്ങൾ ഒന്നിച്ച് വൈകുന്നേരം വിശ്വനാഥ ക്ഷേത്രത്തിന് മുമ്പിലേക്ക് എത്തുന്നതോടെയാണ് രഥങ്ങളെല്ലാം ഒരുമിച്ചെത്തുന്ന ആ ഒരു നിമിഷം ഉണ്ടാവുക. 4 മണി മുതൽ 7 മണി വരെയുള്ള സമയത്താണ് ഇതൊക്കെ തന്നെ ഉള്ളത്. നമ്മളിപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ അഗ്രഹാരത്തെരുവുകളിൽ ഇപ്പോൾ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ഒരു പ്രവാഹമായിട്ടാണ് കാണുന്നത്. ഈ വിശ്വാസികളും അതേപോലെ വിനോദസഞ്ചാരികളും എന്താണ് രഥോത്സവം പോലെ അഖിലോട്ടുപാറ പകർത്തുന്ന ദൃശ്യങ്ങളിൽ അത്രമേൽ മനോഹരമായി അണിയിച്ചൊരുക്കിയിട്ടുള്ള രഥം, ആ രഥം ഉരുളാൻ തയ്യാറെടുക്കുകയാണ്. അതിൻ്റെ പണിപ്പുരയിൽ ആണ് സംഘാടകർ ഉൾപ്പെടെ ഉള്ളവർ. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വരും വാർത്തകളിൽ ആ മനോഹര കാഴ്ച പ്രേക്ഷകരിലേക്ക് തത്സമയം ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. വാർത്തയുടെ വിശദാംശങ്ങളാണ് CV അനുമോദ് അവിടെ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPIM-ന് വിമത സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. ഉള്ളൂരിൽ K. ശ്രീകണ്ഠൻ ആണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. CPIM ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗവും ദേശാഭിമാനി തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫുമാണ് ശ്രീകണ്ഠൻ.
കടകംപള്ളി സുരേന്ദ്രന് എതിരെ രൂക്ഷ വിമർശനവുമായാണ് ശ്രീകണ്ഠൻ മത്സരരംഗത്തേക്ക് എത്തുന്നത്. കടകംപള്ളി പറഞ്ഞു പറ്റിച്ചു എന്നതാണ് വിമർശനം. തയ്യാറെടുക്കാൻ ആദ്യം നിർദ്ദേശം നൽകുകയും പിന്നീട് മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കി എന്നുമാണ് ശ്രീകണ്ഠൻ പറയുന്നത്. വി അരുണാണ് ചേരുന്നത്. അരുൺ, തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ഇത്തരം വിമതരുടെയൊക്കെ ഒരു നിര ഇനിയും വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എപ്പോഴും CPIMനെ സംബന്ധിച്ചിടത്തോളം ഈ വിമതർ എന്നത് മറ്റ് സംഘടനകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യമാണ് പൊതുവെ ഉണ്ടാകാറുള്ളത്. ഇതിപ്പോൾ എന്താണ് ഉള്ളൂരിൽ സംഭവിച്ചത്? ഉള്ളൂരിൽ ആദ്യഘട്ടത്തിൽ കെ ശ്രീകണ്ഠൻ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനകൾ വന്നിരുന്നു. അദ്ദേഹം അവിടെ റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകനാണ്. ദീർഘനാൾ തലസ്ഥാനത്ത് തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ സെക്രട്ടറിയും പ്രസിഡന്റുമായും ഒക്കെയും ദേശാഭിമാനിന്റെ ബ്യൂറോ ചീഫൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ആളാണ്. വിദ്യാർത്ഥി കാലം മുതൽ SFIയുടെ പിന്നീട് CPIMന്റെ ഒക്കെ സജീവ പ്രവർത്തകനാണ്. പതിറ്റാണ്ടുകളായി CPIMന്റെ ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അത്തരം ഒരാളെ അവിടെ പരിഗണിക്കാൻ CPIM തീരുമാനിച്ചിരുന്നു. പ്രാദേശിക ഘടകങ്ങളുടെ താല്പര്യം ശ്രീകണ്ഠന്റെ ആയിരുന്നു. അങ്ങനെ ശ്രീകണ്ഠന്റെ പേര് മുന്നോട്ട് പോവുകയും കടകംപള്ളി സുരേന്ദ്രൻ തന്നെ നവംബർ 1-ാം തീയതി ശ്രീകണ്ഠനെ ഫോണിൽ വിളിച്ച് മത്സരിക്കാൻ തയ്യാറെടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അതിനടിസ്ഥാനത്തിൽ നിരവധി വീടുകളിൽ ശ്രീകണ്ഠനെ വോട്ടഭ്യർത്ഥി എത്തുകയും ചെയ്തു. പക്ഷേ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ മറ്റൊരാളെ കൊണ്ടുവന്നു. ഇയാൾ കടകംപള്ളി സുരേന്ദ്രന്റെ നോമിനിയാണ്. കടകംപള്ളി സുരേന്ദ്രന്റെ നിർദ്ദേശപ്രകാരം വന്ന സ്ഥാനാർത്ഥിയാണെന്നാണ് ശ്രീകണ്ഠൻ ആരോപിക്കുന്നത്. അപ്പോൾ മുതൽ റിബൽ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നതിനെ കുറിച്ചുള്ള സജീവ ചർച്ചകളിലായിരുന്നു. ഏതായാലും ശ്രീകണ്ഠൻ ഇപ്പോൾ സ്ഥാനാർത്ഥം പ്രഖ്യാപിക്കുകയാണ്. സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തീരുമാനിക്കുകയാണ്. പ്രചരണവും തുടങ്ങിക്കഴിഞ്ഞു. കടകംപള്ളി സുരേന്ദ്രന്റെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനാണ് തന്നോട് തയ്യാറെടുക്കാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനല്ലാതെ എന്തിനാണ്, കല്യാണത്തിന് പോകാനാണെന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. വലിയ വിമർശനം കടകംപള്ളിക്കെതിരെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവുമായി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. കഴക്കൂട്ടം മണ്ഡലത്തിൽപ്പെട്ട വാർഡുകളിൽ പലയിടത്തും ഇത്തരത്തിൽ BJPയുമായി ഡീലുണ്ടാക്കിയെന്ന് ആരോപണം ഉന്നയിച്ചത് ഒരു ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ലോക്കൽ കമ്മിറ്റി അംഗം പലതവണ പാർട്ടി നടപടി നേരിട്ട ആളാണെന്ന് പറഞ്ഞ CPIM അന്നതിനെ തള്ളി പറഞ്ഞു. ഇപ്പോൾ മറ്റൊരു ലോക്കൽ കമ്മിറ്റി അംഗവും ദേശാഭിമാനിയുടെ തിരുവനന്തപുരത്തെ മുൻ ബ്യൂറോ ചീഫ് കൂടിയ ശ്രീകണ്ഠനും കടകംപള്ളിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ അട്ടിമറിച്ചതെന്ന വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഏതായാലും CPIMന് വലിയ പ്രതീക്ഷ ഉണ്ടായ ഒരു വാർഡായിരുന്നു ഇത്തവണ ഉള്ളൂർ. അവിടെയും വിമത ഭീഷണി, വിമത പ്രശ്നം CPIMന് തലവേദനയാവുകയാണ്. പാർട്ടിക്കെതിരെയല്ല മത്സരമെന്ന് ശ്രീകണ്ഠൻ പറയുന്നു. പക്ഷെ സ്വാഭാവികമായും CPIM നിർത്തിയ സ്ഥാനാർത്ഥിക്കെതിരെ CPIM ഒരു ലോക്കൽ കമ്മിറ്റി അംഗം വരുമ്പോൾ അത് വിമതരായി തന്നെ കാണേണ്ടി വരും. അത്തരം നടപടികളും വൈകാതെ CPIMൽ നിന്ന് ഉണ്ടാകും. കടകംപള്ളി സുരേന്ദ്രനെതിരെയുള്ള വിമർശനം ഉന്നയിച്ചു തന്നെയാണ് ഇദ്ദേഹം ഇപ്പോൾ ഈ ഇത്തരമൊരു സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ അരുൺ, സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് എന്നത് CPIMനും നിലനിൽപ്പിന്റെ പോരാട്ടമോ അല്ലെങ്കിൽ ഭരണ തുടർച്ച എന്നത് അനിവാര്യമായ ഒരു പോരാട്ടമാണല്ലോ, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഞാൻ അരുണിലേക്ക് ഒരിക്കൽ കൂടി വരുന്നതിന് മുമ്പ് ശ്രീകണ്ഠന്റെ ശബ്ദ സന്ദേശം നമുക്കൊന്ന് കേൾക്കാം. തീരുമാനിച്ചോ? ഞാൻ മത്സരിക്കുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥി. പാർട്ടിക്കെതിരായിട്ടല്ല, ഒഴിവാക്കിയതിലുള്ള പ്രതിഷേധം. എന്താണ് ഇങ്ങനെ CPIM ലോക്കൽ കമ്മിറ്റിയായ താങ്കൾ, ലോക്കൽ കമ്മിറ്റി അംഗമായ താങ്കൾ ഇങ്ങനെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ കാരണം? 1985 പാർട്ടി മെമ്പർഷിപ്പിൽ വന്നതാണ്. കൊച്ചുള്ളൂർ ബ്രാഞ്ച് സെക്രട്ടറി, DYFIയുടെ സെക്രട്ടറി, SFIയുടെ ഭാരവാഹി ഉൾപ്പെടെയുള്ള നിലകളിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ നവംബർ 1-ാം തീയതി എനിക്കൊരു ഇങ്ങനെ മത്സരിക്കണമെന്നൊരു ആഗ്രഹം. ഈ നാട്ടിലെ ഒരു റെസിഡൻസ് അസോസിയേഷൻ റോസ് ഗാർഡൻസ് എന്ന് പറയും. അപ്പൊ അതിന്റെ പ്രസിഡന്റായിട്ട് ഞാൻ 10-12 വർഷമായിട്ട് അതിന്റെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇവിടുത്തെ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും, പൊതു പ്രശ്നങ്ങളിലെല്ലാം, ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലെല്ലാം ഞാൻ സജീവമായിട്ട് ഇടപെടുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് പാർട്ടി ലീഡർഷിപ്പിന് അറിയാം. പാർട്ടി 2008 മുതൽ പാർട്ടി ലോക്കൽ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുകയാണ്. ഞാൻ ഇതുവരെ ഒരു തദ്ദേശ ഇലക്ഷൻ മത്സരിക്കാനോ ഒന്നും ക്ലെയിം ചെയ്തിട്ടില്ല. ഇത്തവണ ഞാൻ റിട്ടയർ ചെയ്ത് നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ പാർട്ടി ലീഡർഷിപ്പിൽ പറഞ്ഞു, എന്റെ ബന്ധപ്പെട്ട ഘടകത്തിലും പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി എല്ലാ കാര്യങ്ങളും വിലയിരുത്തിയിട്ടാണ് പാർട്ടി തീരുമാനിച്ച് എന്നോട് മത്സരിക്കാൻ പറഞ്ഞു. ഈ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനാണ് നവംബർ 1-ാം തീയതി രാവിലെ 11:45 എന്നോട് മത്സരിക്കാൻ വേണ്ടി പ്രിപ്പയർ ആയിക്കോളാൻ പറഞ്ഞത്. മറ്റ് സ്ഥാനാർത്ഥികളെ രണ്ടുപേരെയും ഫ്രീസ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു. അവർക്കൊന്നും തർക്കമില്ലായിരുന്നു. അവരെല്ലാം എനിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും എന്നെ നേരിട്ട് കാണുകയും എന്നെ ടെലിഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തതാണ്. പക്ഷേ 5-6 ദിവസം പ്രചരണ രംഗത്ത് നിന്നതിന് ശേഷമാണ്
എന്നെ മാറ്റിയത്. അത് താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള ഒരാളിനെയാണ് തീരുമാനിച്ചത്. വെറും പാർട്ടി മെമ്പറായിട്ടുള്ള. ഞാൻ പാർട്ടിയിൽ 40 വർഷത്തോളം പരിചയം ഈ പ്രവർത്തന ഇതുള്ള കക്ഷിയാണ്. ഞാൻ പാർട്ടിക്കെതിരായിട്ടല്ല മത്സരിക്കുന്നത്. ഒരു കാരണവും കൂടാതെ എന്നെ ഈ നാട്ടിൽ ആരോട് ചോദിച്ചാലും ഞാൻ നല്ല വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണെന്ന് എല്ലാവരും പരക്കെ സമ്മതിച്ചതാണ്. പക്ഷെ എന്തിനാണ് എന്നെ മാറ്റിയതെന്ന് എനിക്കറിയില്ല. എന്നെ ഈ കടകംപള്ളി സുരേന്ദ്രന്റെ ഇഷ്ടക്കേടാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനുള്ള പ്രതിഷേധം, അതിനൊരു കൃത്യമായ വിശദീകരണം ഒരു നേതൃത്വത്തിലെ ഒരാളിൽ നിന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ സംസ്ഥാന സെക്രട്ടറി ഗവർണർ മാഷിന് വരെ പരാതി കൊടുത്താണ്. ഈ കടകംപള്ളി സുരേന്ദ്രന്റെ മാത്രം താല്പര്യമാണോ അങ്ങനെ മാറ്റി? കാരണം പലയിടത്തും അങ്ങനെ പരാതി വരുന്നുണ്ട്. നേരത്തെ പല വാർഡുകളിലും അല്ല അദ്ദേഹം തന്നെ എന്നെ വിളിച്ച് സംസാരിച്ചതാണ് 1-ാം തീയതി. പാർട്ടി തീരുമാനിച്ചു. മറ്റ് 2 പേരെ പട്ടികയിലുണ്ടായിരുന്ന മറ്റ് 2 പേരെ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അതിലൊരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടവരോട് സംസാരിച്ച് അവരെയും ഇത് ചെയ്തിട്ടുണ്ട്. പ്രിപ്പയർ ആയിക്കോളുക. ഈ പ്രിപ്പയർ ആയിക്കോളുക എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് പോകാൻ ഒരുങ്ങാനല്ലോ പറഞ്ഞത്. ഇലക്ഷൻ സമയത്ത് സ്ഥാനാർത്ഥി ആയിട്ട് ഇത് ചെയ്ത ഒരാളിനോടാണ് പറഞ്ഞത്. ഇലക്ഷൻ പ്രചരണം ഞാൻ തുടങ്ങുകയും ചെയ്തു. ഞാൻ ഈ പ്രദേശത്തെ അപരിചിതനല്ല. എന്നെ മിക്കവാറും ഒരു 90% വീട്ടുകാർക്കും എന്നെ അറിയാവുന്നതാണ്. ഞാൻ അവരുടെ വിഷമങ്ങളിലും അവരുടെ പ്രശ്നങ്ങളിലും ഒക്കെ സജീവമായിട്ട്, കുടിവെള്ള പ്രശ്നമായിരുന്നാലും ഇവിടെ 5 വർഷമായിട്ട് കൗൺസിലർ ഇല്ല. ഒരു വനിതയായിരുന്നു കൗൺസിലർ. ആ കൗൺസിലർ ഇവിടുത്തെ ഒരു പ്രശ്നങ്ങളിലും ഇടപെട്ടിട്ടില്ല. പക്ഷെ ഞാൻ താമസിക്കുന്ന മേഖലയിലെ ആളുകളുടെ വിഷയങ്ങളിൽ നിരന്തരം ഇടപെട്ട് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. യെസ്, ഇതാണ് പ്രതികരണം. ശ്രീകണ്ഠന്റെ പ്രതികരണം ആണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. വളരെ കൃത്യമായി പറയുന്നത്, നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ നിർദ്ദേശം നൽകിയിരുന്നു എന്നുള്ളതാണ്. പാർട്ടിയുടെ സജീവ പ്രവർത്തകൻ മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ചുമതലകളിൽ കൂടിയിരുന്ന ഒരാൾ എന്ന നിലയിൽ ഒരുങ്ങാൻ പറയുമ്പോൾ അത്തരം അണിയറ പ്രവർത്തനങ്ങൾ ശ്രീകണ്ഠൻ ആരംഭിച്ചിട്ടുണ്ടാകുമെന്നതിൽ തർക്കമില്ലല്ലോ അരുൺ. അതിനുശേഷം പിൻവലിക്കുന്നു, അതിന് കൃത്യമായൊരു കാരണവും പറയുന്നില്ല എന്നതാണല്ലോ ശ്രീകണ്ഠന്റെ പ്രതികരണം. തീർച്ചയായിട്ടും ഒരുങ്ങിയത് മാത്രമല്ല, നിരവധി വീടുകളിൽ അദ്ദേഹം പ്രചരണം നടത്തി. അദ്ദേഹത്തിന് വിപുലമായ കുടുംബ ബന്ധമൊക്കെ ഉള്ള ഒരു പ്രദേശം കൂടിയാണത്. സൗഹൃദ ബന്ധമുള്ള സ്ഥലമാണ്. അവിടെ ഉള്ളൂർ സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ ഭരണസമിതി അംഗം കൂടിയാണ് ശ്രീകണ്ഠൻ. അത്തരത്തിൽ ആ ഭാഗത്ത് വിപുലമായ വ്യക്തിബന്ധമുള്ളയാളാണ് അദ്ദേഹം. ആ രീതിയിൽ അദ്ദേഹം പ്രചരണം തുടങ്ങിയിരുന്നു. അതിനുശേഷമാണ് CPF സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമ്പോൾ മറ്റൊരു പേര് അവിടേക്ക് വന്നത്. അത് താരതമ്യേന പാർട്ടിയിൽ ജൂനിയറാണ്. ആ രീതിയിൽ ആ പ്രദേശത്ത് അറിയപ്പെടുന്ന ആളല്ല എന്ന വിമർശനം ആ ഘട്ടത്തിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. CPM ജില്ലാ സെക്രട്ടറിയോട് നമ്മൾ ചോദിക്കുമ്പോഴും ഉള്ളൂരിൽ തർക്കങ്ങളുണ്ട്, അത് പരിഹരിക്കുമെന്ന മറുപടിയാണ് കഴിഞ്ഞ 2ാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്ത് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. ഈ പാർട്ടി പ്രവർത്തകരെ വലിയ പിന്തുണ നൽകിക്കൊണ്ടെന്നും ശ്രീകണ്ഠൻ അവകാശപ്പെടുന്നുണ്ട്. ഏതായാലും കടകംപള്ളി സുരേന്ദ്രനെതിരെയാണ് ഇത്തരം ഒരു ആരോപണം കൂടി വരുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ ദിവസം ഈ പല അഴക്കൂട്ടം മണ്ഡലത്തിൽപ്പെട്ട പല വാർഡുകളിലും കടകംപള്ളി സുരേന്ദ്രന്റെ ഇടപെടൽ ഉണ്ടായിരുന്ന വാർത്തകൾ പുറത്തു വന്നു. വിമർശനങ്ങൾ വന്നു. വാർത്താ സമ്മേളനത്തിൽ എല്ലാം വ്യക്തമാക്കിയിരുന്നു. തനിക്ക് ഡീൽ BJP CPM ഡീൽ എന്ന ആരോപണമാണ് അന്ന് ഉയർന്നത്. തനിക്ക് ഡീൽ ജനങ്ങളോട് മാത്രമാണ്, പാർട്ടിയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ മാത്രമാണ് നിർത്തിയതെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. പക്ഷെ ഇപ്പോൾ വീണ്ടും കടകംപള്ളിക്കെതിരെ ഒരു വിമർശനം കൂടി ഉയരുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരാളിൽ നിന്ന്, CPM ലോക്കൽ കമ്മിറ്റി അംഗം എന്ന നിലയിൽ മാത്രം പരിമിതപ്പെടുത്തി കാണാൻ കഴിയുന്നയാളല്ല തലസ്ഥാനത്ത്, പ്രത്യേകിച്ചും ഈ കഴക്കൂട്ടം മണ്ഡലത്തിലെങ്കിലും ശ്രീകണ്ഠൻ ആ രീതിയിൽ അദ്ദേഹത്തിന് വലിയ ബന്ധവും പ്രവർത്തന പാരമ്പര്യവും ഒക്കെയുള്ള ആൾ തന്നെയാണ് K ശ്രീകണ്ഠൻ. അങ്ങനെ ഒരാൾ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പാർട്ടിക്കെതിരെ നിലപാടെടുത്തുകൊണ്ട് സ്വാഭാവികമായും പാർട്ടിക്കെതിരെ എല്ലാ പാർട്ടിക്കെതിരെ എല്ലാ മത്സരം എന്ന് പറയുമ്പോഴും CPM ഒരു സ്ഥാനാർത്ഥി നിർത്തിയ വാർഡിൽ അവിടെ സ്വന്തം സ്ഥാനാർത്ഥി മത്സരിക്കും. തീർച്ചയായും വിമത പ്രവർത്തനം തന്നെയാണ്. വൈകാതെ ശ്രീകണ്ഠനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയുള്ള തീരുമാനവും എത്തും. വളരെ ശക്തമായ നടപടി ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. CPM-നെ വലിയ തലവേദനയെ മാറുകയാണ്. തിരുവനന്തപുരം നഗരസഭയിൽ നഗരഭരണം നടത്താൻ വരുന്ന CPM-ന് വലിയ തലവേദനയെ മാറുകയാണ് ഈ വിമത ശല്യം. നേരത്തെ പാഴോട്ടുകുണം വാർഡിൽ പാർട്ടിയുടെ മുൻ പാർട്ടി അംഗം തന്നെയായ KV മോഹനൻ വിമത സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ പല വാർഡുകളിലും ഈ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നു. ഇപ്പോഴും സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കാൻ 3 മുന്നണികൾക്കും കഴിഞ്ഞിട്ടില്ല. CPM-ഉം സാധാരണമായ ഒരു പ്രതിസന്ധിയാണ്. സാധാരണഗതിയിൽ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ വളരെ വേഗം പൂർത്തിയാക്കി വിമതരെ ശല്യമൊക്കെ ഏറ്റവും കുറഞ്ഞ പാർട്ടിയായിരുന്നു CPM. പക്ഷെ ഇപ്പോൾ അവിടെയും അത്തരം പ്രശ്നങ്ങൾ തലപൊക്കുകയാണ്. അവിടെയും ഇത്തരം വിവാദങ്ങൾ CPM-നെ അലട്ടുകയാണ്. ശ്രീകണ്ഠൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പ്രവർത്തന രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു പിന്മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അഭിലാഷേ.
യെസ്, എന്തായാലും ശ്രീകണ്ഠൻ പിന്മാറുന്നില്ല എന്നത് തന്നെയാണ്. വിമത സ്ഥാനാർത്ഥിത്വം CPIMന് കൂടുതൽ തലവേദനയാകുന്നു. അത് വിജയസാധ്യതകളെ എങ്ങനെ ബാധിക്കുമെന്നതൊക്കെയാണ് പ്രധാനപ്പെട്ട വിഷയം. ഇവരെ പറഞ്ഞ് പരിഹരിച്ച് പിന്തിരിപ്പിക്കാൻ പാർട്ടിക്ക് സാധിക്കില്ല എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണയ്ക്ക് എതിരായ നടപടിയിൽ അപ്പീൽ നൽകണമെന്ന് ശശി തരൂർ. എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നും രാഷ്ട്രീയ കളിയാണ് നടന്നത് എന്നുമാണ് ശശി തരൂർ ആരോപിക്കുന്നത്. അതിശയം തന്നെ. കാരണം എനിക്ക് വൈഷ്ണ നല്ലോണം അറിയാം. എൻ്റെ ഒപ്പം പ്രചരണത്തിൽ ഇറങ്ങിയൊരു കുട്ടിയാണ്. ആത്മാർത്ഥതയോടെ ഈ നഗരത്തിൽ പ്രവർത്തിച്ച് താമസിച്ച് രാഷ്ട്രീയം ചെയ്തൊരു കുട്ടിയാണ് KSUവിൻ്റെ അകത്ത്. എനിക്കത് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ അപ്പീൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. കാരണം ആ കുട്ടിയുടെ താമസം ഈ നഗരത്തിൽ തന്നെയാണ് കുറേ വർഷങ്ങളായിട്ട്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്, എന്താണ് ഈ കടലാസ് കളിയിൽ വല്ല ഇറഗുലാരിറ്റി ഉണ്ടോയെന്ന് ഞങ്ങൾക്ക് വലിയ വിശ്വാസമില്ല. ഇതൊരു രാഷ്ട്രീയ കളിയാണ്. ഈ കുട്ടി മുന്നോട്ടായിരുന്നു ജനങ്ങളുടെ മനസ്സിലും ജനങ്ങളുടെ സ്നേഹത്തിലും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇതിനെ നമ്മൾ അപ്പീൽ ചെയ്യണം. ആ അപ്പീൽ ജയിക്കാനുള്ള സാധ്യത ഞങ്ങൾ കാണുന്നു. പക്ഷേ ഒരു ഫെയർ ഹിയറിംഗ് വേണം ഞങ്ങൾ. ഈ കുട്ടി നല്ലോണം ഇവിടെ താമസത്തിന് ഇറങ്ങിയിട്ടുണ്ട്, വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. അതൊക്കെ ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇടതുമുന്നണിക്ക് ഭൂരിപക്ഷമുള്ള പഞ്ചായത്തിൽ പ്രസിഡന്റായി ഭരിക്കുന്നത് BJP-യാണ്. ജില്ലയിൽ BJPക്ക് പ്രസിഡന്റുള്ള ഏക ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് കാഞ്ചിയാർ. ഇടുക്കിയിലെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ ആകെ അംഗങ്ങൾ 16ആണ്. LDFന് 9ഉം UDFന് 6ഉം അംഗങ്ങളുണ്ട്. BJPക്ക് ഒരാൾ മാത്രം. ഇവിടെ പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി സംവരണമാണ്. LDFനും UDFനും ഈ വിഭാഗത്തിൽ നിന്ന് ഒരംഗം പോലുമില്ല. അങ്ങനെ പട്ടികജാതി സംവരണ സീറ്റിൽ നിന്ന് വിജയിച്ച BJP പ്രതിനിധി സുരേഷ് കുഴിക്കാട്ട് പ്രസിഡന്റായി. ഭരണസമിതിയിൽ ഭൂരിപക്ഷമില്ലെങ്കിലും വികസന പ്രവർത്തനങ്ങൾക്ക് ഇത് തടസ്സമായിട്ടില്ല എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറയുന്നു. പഞ്ചായത്തിന് കിട്ടുന്ന വിവിധ വകുപ്പുകളിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ ഏകദേശം പല ഘട്ടങ്ങളിലായി അല്ലെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 100% നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിൽ തന്നെ എടുത്തു പറയത്തക്ക നേട്ടമാണ്. 52 പഞ്ചായത്തുകളെ അപേക്ഷിച്ച്. അപ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് നൂതന പദ്ധതികൾ നമുക്ക് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സാധിച്ചു. അത് കാർഷിക മേഖലയിലായാലും പശ്ചാത്തല മേഖല, ഉൽപ്പാദന മേഖലയിലായാലും എല്ലാം നൂതനമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ നമുക്ക് സാധിച്ചു. അതിന് ഭരണസമിതിയുടെ ഒന്നടങ്കം, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ ഒന്നടങ്കം സപ്പോർട്ട് ഈ ഭരണസമിതിക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഈ കാലയളവിൽ ഞാൻ മനസ്സിലാക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനമില്ലെങ്കിലും ഭരണസമിതിയിൽ ഭൂരിപക്ഷമുള്ളതിനാൽ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച വികസന പദ്ധതികൾ പൂർണ്ണമായി നടപ്പാക്കാൻ കഴിഞ്ഞുവെന്ന് ഇടതുപക്ഷവും. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ചെങ്കിലും പ്രസിഡന്റ് LDFന് ഇല്ലായിരുന്നു. എങ്കിലും ബാക്കി അംഗങ്ങളെ വെച്ച് എല്ലാ രൂപത്തിലും വികസനക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുകയും സമസ്ത മേഖലകളിലും നല്ല മുന്നേറ്റം ഉണ്ടാക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതി, ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം തുടങ്ങി എല്ലാ മേഖലകളിലും ഭരണസമിതി തികഞ്ഞ പരാജയമായിരുന്നുവെന്നാണ് UDFന്റെ ആരോപണം. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി ലൈഫ് 2020 ഭവനവും സ്ഥലവുമില്ലാത്ത ആളുകൾക്കായിട്ട് കാഞ്ചിയാർ ബംഗാലൂർ കടയിൽ, കൽത്തൊട്ടിക്ക് സമീപം ബംഗാലൂർ കടയിൽ ഫ്ലാറ്റ് നിർമ്മാണം, അത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇതുവരെ ഒരുക്കിയിട്ടില്ല. അത് പ്രാരംഭത്തിൽ തന്നെ നിൽക്കുക. ഈ വീടിനായിട്ട് അപേക്ഷ നൽകി കാത്തിരിക്കുന്ന 100 കണക്കിന് ആളുകൾ. ജനറൽ വിഭാഗത്തിൽ 18 വീടുകൾ മാത്രമാണ് നൽകിയിരിക്കുന്നത്. ബാക്കി ആളുകൾക്ക് 100 കണക്കിന് ആളുകൾ, 550ഓളം അപേക്ഷകരുണ്ട്. അവർ നിരാശരായിട്ട് കഴിയില്ല. വരുന്ന തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുമെന്നാണ് 3 മുന്നണികളുടെയും പ്രതീക്ഷ. ആദിവാസി രാജാവിന്റെ ആസ്ഥാനം, അഞ്ചുരുളി, ഇങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള ഗ്രാമപഞ്ചായത്താണ് കാഞ്ചിയാർ. ഇത്തവണ ഭരണം പിടിക്കാൻ ശക്തമായ പോരാട്ടത്തിലാണ് 3 മുന്നണികളും. ന്യൂസ് 18 ഇടുക്കി. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ പ്രചാരണ പോസ്റ്ററുകൾക്ക് വേണ്ടി ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. ക്വാളിറ്റിയുള്ള നല്ല ചിത്രങ്ങൾക്ക് സാമൂഹിക മാധ്യമങ്ങളിലും പ്രാധാന്യം ഏറെയാണ്. നല്ല ചിത്രങ്ങൾ കിട്ടാനോ നല്ല ഫോട്ടോഗ്രാഫർമാർ കൂടി വേണം. നെയ്യാറ്റിൻകരയിൽ സ്ഥാനാർത്ഥികളുടെ പ്രിയപ്പെട്ട ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്, നമുക്ക് പരിചയപ്പെടാം. ഇത് സൂപ്പർ മാർക്കറ്റിലെ തിരക്കല്ല. സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതോടെ ഫോട്ടോ എടുത്ത് പ്രചരണത്തിന് മാറ്റുകൂട്ടാനായി സ്റ്റുഡിയോയിലെത്തുന്നവരുടെ തിരക്കാണ്. നെയ്യാറ്റിൻകരയിലെ മുകുന്ദൻ സ്റ്റുഡിയോയിലാണ് സ്ഥാനാർത്ഥികളുടെ തള്ളിക്കയറ്റം. നെയ്യാറ്റിൻകര താലൂക്കിൽ നിന്ന് മാത്രമല്ല, കാട്ടാക്കട, നെടുമങ്ങാട് താലൂക്കുകളിൽ നിന്ന് പോലും സ്ഥാനാർത്ഥികൾ എത്തുന്നത് ഇവിടേക്കാണ്.
പാർട്ടി ഭേദമന്യേ തിരക്ക് കൂടിയതോടെ അർദ്ധരാത്രിയിലും സ്റ്റുഡിയോ ഓപ്പണാണ്. 30 വർഷമായി ഈ മേഖലയിലുള്ള മുകുന്ദൻ സ്ഥാനാർത്ഥികളിൽ നിന്ന് തുച്ഛമായ തുകയാണ് ഈടാക്കുന്നത്. സ്ത്രീകൾക്ക് മുൻഗണന നൽകുന്ന ഇവിടെ സ്ഥാനാർത്ഥിയുടെ ഏറ്റവും നല്ല ചിരിച്ചിത്രം പകർത്താൻ അവരെ ചിരിപ്പിക്കാനുള്ള ട്രിക്കുകളുമുണ്ട്. വിവിധ പാർട്ടികളുടെ ഷോളുകളും ഇവിടെ റെഡിയാണ്. മുകുന്ദ സ്റ്റുഡിയോ എന്ന് പറയുന്നത് നെയ്യാറ്റിൻകരയിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർക്കും വന്ന് ഫോട്ടോ എടുക്കാനും അതേപോലെ അത്രയ്ക്ക് ക്ലാരിറ്റിയുള്ള ഒരു സ്റ്റുഡിയോ, നമ്മുടെ സ്ഥാനാർത്ഥികളുടെ മനസ്സിൽ പതിഞ്ഞൊരു സ്റ്റുഡിയോ. അപ്പോൾ ഇലക്ഷൻ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്തുന്നത് മുകുന്ദനാണ് ചൂസ് ചെയ്യുന്നത്. കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഇവിടെയുള്ള സ്റ്റാഫുകളുടെ ആയിട്ടുള്ള ബന്ധമാണെങ്കിലും രണ്ടാമത്തെ കാര്യം ഇവിടെയുള്ള ഫോട്ടോയുടെ ക്വാളിറ്റിയാണ്. മറ്റു സ്റ്റുഡിയോയിൽ നിന്നുള്ളതിനേക്കാൾ വ്യത്യസ്തമായ ഫോട്ടോകളാണെങ്കിലും നമുക്ക് പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ വിജയസാധ്യത ഉള്ളതും മറ്റൊരു വിഷയമാണ്. കഴിഞ്ഞ 3 ദിവസത്തിനിടയിൽ 2000 സ്ഥാനാർത്ഥികളാണ് ഇവിടെ എത്തി ഫോട്ടോ എടുത്ത് മടങ്ങിയത്. കൂട്ടി വരുമ്പോൾ ഒരു 2300 പേരെ എടുത്തു. 3 പാർട്ടിയിലെ ആൾക്കാർക്കും ഇവിടെ വരാം. പിന്നെ പാർട്ടി നോക്കാറില്ല, എല്ലാവർക്കും അവരുടേതായ രീതിയിലുള്ള ഷാളും നടത്തവും അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ചിരിയും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കും. ന്യൂസ് 18 നെയ്യാറ്റിൻകര. നേരത്തെ CPIഎമ്മിലെ വിമതരെക്കുറിച്ച് തിരുവനന്തപുരത്ത് എന്ന റിപ്പോർട്ട് വന്നുവെങ്കിൽ ഇപ്പോഴിതാ ചേലക്കരയിൽ CPIയിലാണ് പൊട്ടിത്തെറി. വാർഡ് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയാണ് തർക്കം. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് PR വിശ്വനാഥൻ CPI ലോക്കൽ കമ്മിറ്റിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ല എങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നാണ് വിശ്വനാഥന്റെ മുന്നറിയിപ്പ്. വർഷമായി ഞാൻ പാർട്ടിയുടെ സജീവ പ്രവർത്തകനാണ്. എൻ്റെ അച്ഛനും അമ്മയും 34 കൊല്ലക്കാർ ലോക്കൽ സെക്രട്ടറിൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ മഹിളാ സംഘത്തിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റായിരുന്നു. ജനനം മുതൽ തൊഴിലേറ്റിക്കൊണ്ട് നടക്കുകയായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും. പാർട്ടി CPI എന്ന പാർട്ടി ജനിക്കുമ്പോൾ തന്നെ CPI ആണ്, മരണം വരെ CPI ആവണമെന്നാണ് എൻ്റെ എല്ലാ ആഗ്രഹം. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ ഗ്രാമപഞ്ചായത്തിൽ 2015 കോൺഗ്രസിൻ്റെ കുത്തക വാർഡായിട്ടുള്ള അവിടെ 450ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷമുള്ള കോൺഗ്രസിൻ്റെ വാർഡിൽ 333 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഞാൻ അവിടെ വിജയിച്ചത്. എന്നിൽ അർപ്പിച്ച വിശ്വാസമാണ് ജനങ്ങൾ. എന്നാൽ ഇത്തവണയും അതുപോലെ അവിടെ ജനറൽ സീറ്റായിട്ടുണ്ട്, അവിടെ തന്നെ മത്സരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ബ്രാഞ്ച് തീരുമാനിക്കുന്നു. എന്നാൽ LC കമ്മിറ്റി ഇവിടുത്തെ ഇടതുപക്ഷം അധികാരം വരാൻ സാധ്യതയുണ്ടെന്നും അവിടെ CPI ജയിക്കുമെന്നുമുള്ള ഒരു തിരിച്ചറിഞ്ഞ ഭാഗമായി കോൺഗ്രസിനെയും BJPയെ സഹായിക്കുന്നതിന് വേണ്ടി CPIയിലെ ചില നേതാക്കന്മാരെ കയ്യിലെടുത്തുകൊണ്ട് അവർ CPIയെ തകർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തു തന്നെയായാലും ഞാൻ CPI ആണ്. CPIയുടെ പാർട്ടി നേതൃത്വത്തിന് ഇതിൻ്റെ കൃത്യമായ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. പാർട്ടി നേതൃത്വവും 3 തവണ മത്സരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇതേ മണ്ഡലത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി മത്സരിക്കുന്ന KR സത്യൻ 3 തവണ മത്സരിച്ചു കഴിഞ്ഞു, 4ാമത് മത്സരിക്കുന്നു. വരവൂല സഖാവ് 4ാമത് മത്സരിക്കുന്നു. നിരവധി ആൾക്ക് എക്സ്പെൻഷൻ ഉണ്ടെങ്കിൽ ഇവിടെ മാത്രം അതില്ല. അങ്ങനെ BJPയും കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടി ഇവിടുത്തെ CPI നേതൃത്വം മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. അതിനെതിരെയാണ് ഈ മത്സരം. തീർച്ചയായും ഈ പാർട്ടി ബ്രാഞ്ച് പറഞ്ഞതിൻ്റെ പിറകെ നിൽക്കാൻ താല്പര്യം. ഞാൻ മരണം വരെ CPI ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജനനിക്കുമ്പോൾ CPI, മരണം വരെ CPI. പാർട്ടി ഇവിടെ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ പാർട്ടി ഒരു ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പുരുഷാധിപത്യം തകർത്താടിയിരുന്ന കാലത്ത് പടവെട്ടി പഞ്ചായത്ത് പ്രസിഡന്റായി ചരിത്രം കുറിച്ച ഒരു വനിതയുണ്ട്. കോതമംഗലം സ്വദേശിനി അന്നമ്മ ജേക്കബ്. 1968 മുതൽ 79 വരെ പഞ്ചായത്ത് പ്രസിഡന്റ് കസേര അന്നമ്മ ജേക്കബ് അലങ്കരിച്ചു. കേരളത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റായ ആദ്യ വനിതയും ഈ കോതമംഗലം സ്വദേശിനിയാണ്. ഇന്ന് രാഷ്ട്രീയത്തിൽ വനിതാ സംവരണം ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അവസരമില്ലാത്ത കാലത്ത് അത് സൃഷ്ടിച്ച ഒരാളായിരുന്നു ഊന്നുകൽ സ്വദേശി മാറാച്ചേരി പുത്തയത്ത് അന്നമ്മ ജേക്കബ്. 1960കളിലെ ഗ്രാമീണ കേരളത്തിന്റെ സാമൂഹ്യ ചട്ടക്കൂടുകൾ കടുപ്പമായിരുന്നു. ഒരു സ്ത്രീ രാഷ്ട്രീയത്തിലിറങ്ങിയാൽ ആളുകൾ അതിശയത്തോടെ നോക്കുന്ന കാലമായിരുന്നു അത്. അവിടെയാണ് 1963 മുതൽ 84 വരെ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ, വൈസ് പ്രസിഡന്റ് എന്നീ ചുമതലകളിൽ അന്നമ്മ ജേക്കബ് തിളങ്ങിയത്. 1963
ഓരോ പഞ്ചായത്തിനും ഓരോ വനിത എന്നുള്ള ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം ഞാൻ പവളങ്ങാട് പഞ്ചായത്തിലെ വനിത ആയിട്ട് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. 1963 മുതൽ 68 വരെ വൈസ് പ്രസിഡന്റായിരുന്നു. 68 മുതൽ 79 വരെ പ്രസിഡന്റായി. അതോടെ കേരളത്തിലെ ആദ്യ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന ബഹുമതിക്കും അർഹയായി. 1979 തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രയായി മത്സരിച്ച് എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1984 പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് പിന്മാറി. തുടർന്ന് കുടുംബജീവിതവും കൃഷിയുമായി മുന്നോട്ടു പോയ അന്നമ്മ ഇന്ന് നവതിയുടെ നിറവിലേക്ക് അടുക്കുകയാണ്. ന്യൂസ് 18 കോതമംഗലം. 45 വർഷം നീണ്ട കോൺഗ്രസ് ബന്ധം ഒറ്റ രാത്രി കൊണ്ട് ഉപേക്ഷിച്ച് കോഴിക്കോട് വെള്ളയിലെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വിൽഫ്രഡ് രാജ്. നടക്കാവ് ഡിവിഷനിൽ നിന്ന് ഇത്തവണ ജനവിധി തേടുന്നുണ്ട്. സീറ്റ് കിട്ടിയ തിരക്കിൽ കോൺഗ്രസിൽ നിന്ന് രാജി പോലും വയ്ക്കാതെയാണ് വിൽഫ്രഡ് രാജ് ഇടതുപാളയത്തിൽ എത്തിയത്. ജനങ്ങളെ സേവിക്കാൻ അവസരം എന്ന ഒറ്റ ലക്ഷ്യം മുൻനിർത്തിയാണ് മത്സരിക്കുന്നത് എന്നാണ് വിൽഫ്രഡ് ന്യൂസ് 18നോട് പറഞ്ഞത്. കോഴിക്കോട് കോർപ്പറേഷനിലെ LDF സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞിരിക്കുന്നു. ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായി നടക്കാവ് ഡിവിഷനിൽ നിന്നും ശ്രീ വിൽഫ്രഡ് രാജാണ് മത്സരിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റായിരുന്നു, വെള്ളയിൽ ബ്ലോക്കിന്റെ. സ്ഥാനാർത്ഥിയിലേക്ക് എത്തിയത് പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ജനങ്ങളെ സേവിക്കാൻ ഒരു ആഗ്രഹമുള്ള ഒരാളാണ്. എപ്പോഴും ഒരു പ്രതിഫലവും കിട്ടാതെ സേവിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. ജനങ്ങൾക്ക് അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് മാത്രമേ മനസ്സിലുള്ളൂ. അപ്പോൾ അതൊരു സാഹചര്യം ഒത്തു കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തു. അതിന് മറ്റ് രാഷ്ട്രീയമോ ഒന്നും തടസ്സമല്ല, നയങ്ങളും പരിപാടികളൊന്നും തടസ്സം. മനസ്സാണ് ഏറ്റവും വലുതെന്ന് ആഗ്രഹിക്കുന്നത്. മനസ്സിലൊരു തീരുമാനം എടുക്കാൻ കഴിവുള്ളിടത്തോളം കാലം നമ്മൾ ആരോടും ഒന്നും ഇതാണ്. 45 വർഷമായിട്ട് ഞാൻ കോൺഗ്രസ് പ്രവർത്തകനാണ്. പല മേഖലകളിലും ഇപ്പം ബാങ്ക് ഡയറക്ടറാണ്, നടക്കാവ് അർബൻ സൊസൈറ്റി ഡയറക്ടറാണ്. സർവീസിൽ മെഡിക്കൽ കോളേജിൽ 7159 പോസ്റ്റ്മോർട്ടം ചെയ്തൊരു വ്യക്തിയാണ്. പ്രമാദമായ എല്ലാ കേസുകളും ഞാൻ പങ്കെടുത്താണ്. പ്രമാദമായ എല്ലാം, കുപ്പുസ്വാമി നിങ്ങളെ നക്സൽ അത് മറ്റുള്ള അടിപിടിയല്ലേ കൊലപാതകത്തിലൊക്കെ സാക്ഷ്യം വഹിക്കാനും ഒരു കുറേ മുമ്പേ നമ്മൾ മോർച്ചറിയിലെ മേക്കപ്പ് എന്നിട്ട് പത്രത്തിലൊക്കെ വന്നൊരു ആളും കൂടിയാണ് ഞാൻ. അപ്പോൾ അത് എന്താണ് ഇഷ്ടമുള്ളൊരു മേഖലയായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് പോയത്. പാർട്ടിയോട് സീറ്റ് ചോദിച്ചിരുന്നോ കോൺഗ്രസിനോട്? ഓ, ചോദിച്ചിരുന്നു. എന്താ പറഞ്ഞ മറുപടി? തന്നില്ല, അത്രയേ ഉള്ളൂ. അല്ല, അങ്ങനെയാണോ ഓഫീസിൽ ഒരു വഴക്കുണ്ടായത്? അടിപിടിയൊന്നും ഉണ്ടായില്ല. പിന്നെ അങ്ങനെ പലരും രാജിവെച്ചു. ഇപ്പോൾ അൽഫോൺസ കൗൺസിലർ രാജിവെച്ചു, അടുത്തടുത്ത് പോയി. ഇന്നിപ്പം ബാബുരാജ് രാജിവെച്ചു, അയ്യൂബ് മാറിയിരിക്കുന്നു. അങ്ങനെ ഒരു വലിയ പൊട്ടിത്തെറിയാണ് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്. അതൊക്കെ ഓരോരുത്തരും വ്യക്തിപരമായ കാര്യം, നമ്മൾ ഇടപെടണ്ടല്ലോ. ഈ RJDയിൽ എങ്ങനെയെത്തി? എന്തുകൊണ്ടാണ് RJD തെരഞ്ഞെടുക്കാൻ കാര്യം? പഴയ കാലത്ത് എൻ്റെ അച്ഛൻ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവായിരുന്നു. അപ്പോൾ അങ്ങനെ ആ സോഷ്യലിസ്റ്റ് നേതാവിൻ്റെ മകനായി ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ടപ്പോൾ സമീപിച്ചപ്പോൾ ഞാൻ ഓക്കെ ഇതാക്കും. അതാണ് കോൺഗ്രസ് രാജിവെച്ചോ? രാജിവെച്ചിട്ടില്ല. ഒരു പുറത്താക്കട്ടെ, മീറ്റിംഗ് ഉണ്ട്, പുറത്താക്കിക്കോട്ടെ. രാജിവെക്കൂല, പാർട്ടി പുറത്താക്കാൻ. എന്തായാലും RJDയുടെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. പാർട്ടി പുറത്താക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ച് മറ്റ് ആദർശമോ ആശയങ്ങളോ ഒന്നുമല്ല. സീറ്റ് ലഭിച്ചതുകൊണ്ട് RJDയോടൊപ്പം ചേരുന്നു, മത്സരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലെ കുറ്റിച്ചിറ ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് എത്തുന്നത് യൂത്ത് ലീഗിന്റെ നേതാവായ ഫാത്തിമ തഹ്ലിയാണ്. കോഴിക്കോട്ടെ CPIM ഭരണ കുത്തകയ്ക്ക് അറുതി വരുത്തും എന്നാണ് ഫാത്തിമയുടെ ന്യൂസ് 18നോടുള്ള പ്രതികരണം. 4 പതിറ്റാണ്ടിലധികമായി CPM ഭരിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തവണ അരയും തലയും മുറുക്കിയാണ് UDF കളത്തിലിറങ്ങുന്നത്. കോൺഗ്രസ് ക്യാമ്പിലും ഒപ്പം മുസ്ലിം ലീഗിലുമൊക്കെ യുവ സ്ഥാനാർത്ഥികൾ ഇത്തവണ മത്സര രംഗത്തുമുണ്ട്. നമുക്കൊപ്പമുള്ളത് യൂത്ത് ലീഗ് നേതാവ് ഫാത്തിമ തഹ്ലിയാണ്. കുറ്റിച്ചിറ വലിയ പേരുകേട്ട സ്ഥലമാണ്, നല്ല ബിരിയാണിയുള്ള സ്ഥലമാണ്, ഒപ്പം മാനവ മൈത്രിക്കൊക്കെ വലിയ പേരുകേട്ട സ്ഥലമാണ്. ആ സ്ഥലത്തിന്റെ പ്രതിനിധി ആവാനാണ് മത്സരം. എങ്ങനെ കാണുന്നു ഈ സ്ഥാനം? എന്തുകൊണ്ടും വലിയ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ ഭക്ഷണം എന്നുള്ളതല്ല, വിവിധ മേഖലയിൽ കൊണ്ട് പ്രശസ്തി നേടിച്ച ആളുകളുള്ള ഒരു നാടുകൂടിയാണ്. അപ്പൊ ഈ മണ്ണിലേക്ക് എത്തുക, ഈ മനുഷ്യരോടൊപ്പം പ്രവർത്തിക്കുക, അവരുടെ ഒരാളായി മാറുക, അവരുടെ വീട്ടിൽ അംഗമായി മാറുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യമാണ്. പക്ഷെ അതത്ര എളുപ്പമാണോ? കാരണം കഴിഞ്ഞ 4-4.5 പതിറ്റാണ്ടായിട്ട് UDFന് തിരിഞ്ഞു കയറാൻ കഴിയാത്ത ഒരു ഭരണ കേന്ദ്രമാണത്. അധികാര കേന്ദ്രത്തിലേക്ക് എത്താൻ കഴിയാത്ത ഇടമാണ്. എന്താണ് ഇത്തവണ ഒരു മാജിക് അല്ലെങ്കിൽ ഒരു മിറക്കിൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്?
തീർച്ചയായിട്ടും അത് UDF നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നാടിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഈ നാട്ടുകാരത് ആഗ്രഹിക്കുന്നുണ്ട്, കോഴിക്കോട്ടുകാരത് ആഗ്രഹിക്കുന്നുണ്ട്. 2025 നമ്മൾ നിൽക്കുമ്പം ഇങ്ങനെയുള്ള ഒരു ചുറ്റുപാട് പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ നാട്ടിലുള്ള ആളുകൾ അനുഭവിക്കേണ്ട സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് കോഴിക്കോട് എന്ന് പറയുന്ന ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വാണിജ്യ വ്യവസായങ്ങളൊക്കെ നടക്കുന്ന നാട്ടിലുള്ള ആളുകൾ അനുഭവിക്കേണ്ട ഒരു സുഖ സൗകര്യവും യഥാർത്ഥത്തിൽ കാലോചിതമായിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പൊ ആ രൂപത്തിലേക്ക് ഈ നാട്ടിലെ ആളുകളെ അവരുടെ ആത്മവിശ്വാസം ഉയർത്തിക്കൊണ്ട് അവരുടെ എല്ലാ തരത്തിലുള്ള ജീവിതവും മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ LDFന്റെ നേതൃത്വത്തിൽ അരനൂറ്റാണ്ട് കാലം അവർ ഭരിച്ചു എന്നല്ല, കട്ടുമുടിച്ചു എന്ന് വേണം പറയാൻ. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നത്. അപ്പൊ അതൊക്കെ പുനഃപരിശോധിച്ചുകൊണ്ട് നമുക്ക് നാട്ടിലുള്ള ആളുകൾ ഒപ്പം ചേർന്നുകൊണ്ട് ഈ നാടിന് അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള പദ്ധതികളാണ് UDF ഒരുക്കിയിട്ടുള്ളത്. ഈ വലിയ നഗരങ്ങൾ കൊച്ചിയുണ്ട്, തിരുവനന്തപുരമുണ്ട്, കൊച്ചിയിലൊക്കെ സ്ഥിരമായി പോകുന്ന ആളാണ്. ഈ കൊച്ചിക്കൊക്കെ ആനുപാതികമായ ഒരു വികസനം മലബാറിന്റെ ആസ്ഥാനത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ വായനയും അത്തരത്തിലാണ്. നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചറിയാം. നമ്മൾ ഈ നാടിന് പറയുമ്പോൾ, കോഴിക്കോടിന് പറയുമ്പോൾ കല്ലാഴിപ്പുഴേനെ പറയുന്നുണ്ട്, നമ്മൾ കുറ്റിച്ചിറ പറയുന്നുണ്ട്. എന്താണ് ഒരു പുഴയുടെ പ്രത്യേകത? പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു പുഴ ഇവിടെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് കൊച്ചിയിൽ ഉണ്ടായ പോലെ അല്ലെങ്കിൽ വിഴിഞ്ഞത്തുണ്ടായ പോലെയുള്ള വ്യവസായ സംവിധാനങ്ങൾ ഇവിടെ ഇല്ലാതെ പോയത്? നമുക്ക് ആനുപാതികമായിട്ടുള്ള രൂപത്തിലുള്ള വളർച്ച ഇവിടെ ഉണ്ടായിട്ടില്ല, ഈ നഗരത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ പക്ഷം. ഭരണ തുടർച്ചയാണോ അതിന്റെ കുഴപ്പം? ഈ നിരന്തരമായ ഒരു കക്ഷി തന്നെ ഭരിക്കുന്നതാണോ ആ വികസന മുരടിപ്പെന്ന് നിങ്ങൾ പറയുന്ന? നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. കോഴിക്കോട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് എത്ര അഴിമതികളാണ് അവിടെ നടക്കുന്നത്. എത്ര ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കറിയാം, നമ്മുടെ അവിടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു സംവിധാനം ഒരുക്കുന്നത് പൂട്ടിക്കിടക്കാണ്. ഇപ്പം നമ്മുടെ പച്ചക്കറി മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാം. ഇവിടെ നവീകരിക്കപ്പെട്ടു എന്ന് പറയുന്ന നമ്മളുടെ ബീച്ചിലേക്കുള്ള കാര്യങ്ങൾ, ആളുകളുടെ ആവലാതികൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കാം. അപ്പൊ ഇതൊക്കെ കണ്ണിൽ ഇടാനുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാട് മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളൊന്നും കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ ഡിവിഷനിലെ വിജയം അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല, പക്ഷേ ഭരണത്തിലേക്ക് എത്തും എന്നത് തന്നെയാണ് കണക്ക്. ഈ ഞാൻ പറയുന്നത് കുറ്റിച്ചിറ എന്ന് മാത്രമല്ല, കോഴിക്കോട് കോർപ്പറേഷനിൽ വോട്ട് ചെയ്യുന്ന ഓരോ ആളുകളും ആഗ്രഹിക്കുന്നത് തങ്ങൾക്കും തങ്ങളുടെ വരാനിരിക്കുന്ന തലമുറയ്ക്കും ഏറ്റവും മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉണ്ടാവണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് UDF പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് അവർക്കും അവരുടെ മക്കൾക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം ഈ നാടിനെ തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. ഈ അഴിമതി വീരന്മാരിൽ നിന്നും അത്തരത്തിലുള്ള ഈ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഇടപെടുന്ന ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ആ ഘട്ടത്തിൽ നിന്ന് തിരിച്ച് ഈ നാടിനെ വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. എന്തായാലും കുറ്റിച്ചിറയിൽ വലിയ വിജയം നേടും, ഒപ്പം കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കും എന്ന ആത്മവിശ്വാസം തന്നെയാണ് ഫാത്തിമ തെഹ്ലിയും പ്രകടിപ്പിക്കുന്നത്. പായലും പൊടിയും പിടിച്ചു കിടന്ന നാട്ടിലെ മതിലുകൾ എല്ലാം തെരഞ്ഞെടുപ്പായതോടെ കളറായി മാറി. ഈ കാലത്ത് ഡിജിറ്റൽ പോസ്റ്ററുകളും പെയിന്റിങ്ങും ഒക്കെ ഉണ്ടെങ്കിലും പേരും ചിഹ്നവും വോട്ടറുടെ ഹൃദയത്തിൽ പതിയാൻ ഇപ്പോഴും ചുവരെഴുത്തുകൾ വേണം എന്നാണ് പൊതുവിലെ അഭിപ്രായം. തെരഞ്ഞെടുപ്പടുത്തതോടെ വെള്ളച്ചായത്തിൽ കുളിച്ചൊരുങ്ങുകയാണ് പൊടിയും പായലും പിടിച്ചുകിടന്ന നാട്ടിലെ മതിലുകളെല്ലാം. പോസ്റ്ററുകളേക്കാൾ ആകർഷകമായതിനാലാണ് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ഇപ്പോഴും ചുമരെഴുത്തിന് പ്രാധാന്യം നൽകുന്നത്. നീലത്തിൽ മുക്കിയ നൂലുകൊണ്ട് ബോർഡർ വരയ്ക്കും, അതിനുള്ളിലാണ് എഴുത്ത്. ചില വിദഗ്ധർ ബോർഡർ ഇല്ലാതെ നേരിട്ട് തന്നെ മനസ്സിൽ പതിഞ്ഞ ചിഹ്നങ്ങൾ മതിലിൽ പതിക്കും. തിരഞ്ഞെടുപ്പ് കാലമെന്നാൽ കലാകാരന്മാർക്ക് തിരക്കേറിയ ദിവസങ്ങൾ കൂടിയാണ്. ഫ്ലക്സുകളെ ഒഴിവാക്കി എന്നുള്ളത് പ്ലാസ്റ്റിക് നിരോധനല്ലേ, അതിന്റെ പേര് കുറെ ഒഴിവാക്കിയതല്ലേ. അതിന്റെ നമുക്കിപ്പോ ഇത് വളർന്നിട്ട് കാര്യം നമ്മളിതല്ലാതെ വേറെ ജീവിതമാർഗം തുടങ്ങിക്കഴിഞ്ഞു. പ്ലാസ്റ്റിക്കുകൾ എല്ലാ രീതിയിലും ജീവിക്കും, അവർക്ക് കഴിവുണ്ടാവും. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പ്രാദേശിക നേതാക്കളുടെ രാഷ്ട്രീയ ചുമതല പ്രധാനമായും രണ്ടാണ്: വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലും ചുമരെഴുതാനുള്ള മതിൽ ബുക്ക് ചെയ്യലും. ഇതിനായുള്ള നെട്ടോട്ടത്തിലാകും പലരും. ചിഹ്നവും വാർഡിന്റെ പേരും എഴുതിയാണ് പലയിടത്തും ചുമരുകൾ ബുക്ക് ചെയ്യാറ്. സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം എത്തുന്നതോടെ ചുമരിൽ ഇവരുടെ ചിത്രങ്ങളും പേരും തെളിയും. വീടുകൾക്ക് പെയിന്റ് അടിക്കാൻ ഉപയോഗിക്കുന്ന എമൽഷനാണ് ചുമരെഴുത്തിന് ഉപയോഗിക്കുന്നത്. അരികുകളിൽ ഫ്ലൂറസെന്റ് പെയിന്റും ഉപയോഗിക്കുന്നതോടെ എഴുത്തു രാത്രിയും തിളങ്ങും. മതിലിൽ ചേർത്ത് വെച്ച് പെയിന്റ് അടിച്ചാൽ ചിഹ്നം തെളിയുന്ന സ്റ്റെൻസിലുകൾ വിപണിയിലുണ്ടെങ്കിലും ചുമരെഴുത്തുകാർ അത് ഉപയോഗിക്കുന്നില്ല. മറ്റുള്ള എല്ലാവരും ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഇവർക്കൊരു അവസരമാണ്, കലാകാരന്മാർക്ക് ഒരു അവസരമാണ്. അത് മാത്രമല്ല, തനത് കല എന്നുള്ള രീതിയിൽ പഴയ ആ കാലിഗ്രാഫിയുടെ ആ ഒരു പ്രാധാന്യമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിലനിർത്താനുള്ള ഒരു സംവിധാനം കൂടിയാണ്. സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സിൽ പ്രിന്റ് ചെയ്ത ചിത്രം മതിലിൽ ഒട്ടിച്ച് ചുറ്റും ചായമടിച്ച് പെയിന്റിംഗ് ആണെന്ന ഫീൽ ഉണ്ടാക്കി ചുമരെഴുതുന്നവരുമുണ്ട്. ഫ്ലെക്സ് വന്നതോടെ ചുമരെഴുത്തുകളുടെ കാലം കഴിഞ്ഞെന്നാണ് എല്ലാവരും കരുതിയത്.
എന്നാൽ ചുമരെഴുതുന്നവർക്ക് ഇപ്പോഴും ജോലിയുണ്ട്. അവസരങ്ങൾ അല്പം കുറഞ്ഞെന്ന് മാത്രം. ന്യൂസ് 18 പട്ടാമ്പി. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം.